ഏവർക്കും ശരിപക്ഷത്തിന്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇലക്ഷൻ കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വന്നിട്ട് ദിവസങ്ങളേറെയായി. ഇപ്പോഴാണോ താൻ വരുന്നതെന്നൊരു ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. എല്ലാവരും എന്നോട് ക്ഷമിക്കുക, ഞാൻ എന്റെ നാട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാതായി പോയത്. എന്റെ ഒരു എക്സിറ്റ് പോൾ പ്രവചനവും തെറ്റിപ്പോയി എന്നത് വളരെ വാസ്തവമാണ്. പക്ഷേ ഇതിനെ ചൊല്ലി കേരളത്തിൽ ഉടനീളം വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലുമുള്ള സംഖ്യകൾ, അതുമാത്രമല്ല കേരളത്തിലെ പല BJP നേതാക്കൾ എല്ലാവരും തന്നെ BJPയുടെ നേതൃത്വത്തിനെതിരെ തിരിയുന്നു, നേതൃത്വം പോരാ, നേതൃത്വത്തിന്റെ കഴിവുകേടാണ് എന്നൊക്കെയുള്ള രീതിയിൽ വളരെ വലിയ പ്രചരണങ്ങൾ നടത്തുന്നു. നിങ്ങൾ ഈ പ്രചരണങ്ങൾ നടത്തുന്നതിന് എരുതിയിൽ എണ്ണ പോലെ ഓരോന്ന് ഇട്ടും ഒഴിച്ചും വേലിയേറ്റം ഉണ്ടാക്കിയും ഇറക്കിയും എല്ലാം കേരളത്തിലെ മാധ്യമങ്ങൾ നന്നായിട്ട് കൊഴുപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെപ്പറ്റി നിങ്ങളാരും ചിന്തിക്കരുത് എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഇവരെല്ലാവരും ഇത് ചെയ്യുന്നത്. നിങ്ങളൊക്കെ ആ കാര്യങ്ങളിലേക്ക് ചിന്തിച്ചു പോയാൽ നമ്മളെല്ലാവരും ശരിയായ ഒരു പാതയിലേക്ക്, തെറ്റുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ചൂണ്ടിക്കാണിച്ച് തുടങ്ങിയപ്പോഴാണ് നമ്മളെല്ലാവരും വർഗീയവാദികളും സംഘികളും ഒക്കെ ആയിത്തീർന്നത്. അപ്പോൾ ആ പാതയിലേക്ക് നിങ്ങൾ തിരിയാതെ നേതൃത്വത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ മാധ്യമങ്ങളും ഒപ്പം ഓൺലൈനിൽ സംഘികളെന്ന് നടിക്കുന്ന കുറെ മൊണ്ണകളും ഇതിന്റെ പിന്നാലെ കൂടിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരു 30 സെക്കൻഡിൽ ഞാൻ പറഞ്ഞുതരാം. വിശദീകരണം ഞാൻ പുറകെ തരാം. ഏകദേശം 1,90,00,000 വോട്ടുണ്ടായിരുന്ന മണ്ഡലത്തിൽ 1,37,00,000 വോട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ 75% ഉള്ളതിൽ നിന്നും 70% ചുരുങ്ങി. ഇവിടെ കൃത്യമായിട്ട് മതേതരത്വം പറയാം, വർഗീയതയും പറയാം. വർഗീയതയിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. നമ്മൾ വർഗീയവാദികളാണല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടായിരുന്ന മുസ്ലിങ്ങളിൽ 90% മുസ്ലിങ്ങളും വോട്ട് ചെയ്തു. ആ 90%ന്റെ 90%-ന് മുകളിലും വോട്ട് കിട്ടിയത് രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമാണ്. ഹിന്ദുക്കളിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടായിരുന്ന ഹിന്ദുക്കളിൽ ഒരു 60-70% വോട്ട് ചെയ്തിട്ടുള്ളൂ. ആ 60-70%-ന്റെ 40% വോട്ട് മാത്രമാണ് BJPക്ക് കിട്ടിയത്. ഒരു 30-35% രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ കിട്ടി. ഒരു 20-25% വോട്ട് സരിനും കിട്ടി. കൂടാതെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്ന ഒരു 10%-ന്റെ അടുത്തങ്ങാണ്ടേ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ വോട്ടേഴ്സ് ലിസ്റ്റിലെ 10%-ന്റെ 50% പോലും വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. കാര്യം തങ്ങൾ വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്നവർ ചിന്തിക്കുന്നു. ആ 50%-ൽ തന്നെ ഒരു 20% പോലും BJPക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതിലൊരു 10-40-50% കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിട്ടിക്കാണും, ബാക്കിയുള്ളത് കോൺഗ്രസിന് കിട്ടിക്കാണും. ഇങ്ങനെ കൃത്യമായ ആൾക്കാർ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടും SDPI പോലുള്ള തീവ്ര സംഘടനകളുടെ എല്ലാം പിന്തുണയോടും കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ജയിച്ചു. ഈ മൊണ്ണേഷ് ഹിന്ദുക്കൾക്ക് ഇതുവരെ കാര്യങ്ങളൊന്നും പിടികിട്ടാത്തത് കൊണ്ട് അവരും അതിന്റെ പുറകെ തന്നെ വോട്ടും ചെയ്തു. ഇങ്ങനെയാണ് അവിടെ BJP പരാജയപ്പെട്ടത്. നേതൃത്വത്തിനെ നോക്കിയല്ല. ഇതാണ് കറക്റ്റ് വിശദീകരണം. ഇതിൽ വേറൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ പറഞ്ഞിട്ടുണ്ട്, സന്ദീപ് വാര്യർ വന്നതോടുകൂടി കോൺഗ്രസിലുള്ള കുറച്ച് മുസ്ലിങ്ങൾക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാവുകയും അവർ ബാക്കിയുള്ളവർക്ക് വോട്ട് രേഖപ്പെടുത്താൻ പോയിട്ടുണ്ടാവുന്നൊക്കെ. അതൊക്കെ ശുദ്ധ ഭോഷ്കാണ്. മുസ്ലിങ്ങൾ അവര് സന്ദീപ് വാര്യർ എന്നല്ല, ഇനി നരേന്ദ്രമോദി കോൺഗ്രസിലേക്ക് വന്നാലും മുസ്ലിം ലീഗിന്റെ കാല് കഴുകി വെള്ളം കുടിക്കാനാണ് യുവന്മാരുടെയൊക്കെ വിധി എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ പിന്നിൽ അവർ ഉറച്ചു നിൽക്കുന്നത് പാറ പോലെ തന്നെ നിൽക്കും. സന്ദീപ് വാര്യരല്ല, ഇനി ഏത് പൊന്നുതമ്പുരാൻ വന്നാലും അവരും കോൺഗ്രസിന് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ. അടി ഉറച്ചു പോയ കുറച്ച് മുസ്ലിങ്ങൾ മാത്രം എന്ത് ചെയ്യും? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യും. BJPയോട് എന്തെങ്കിലും താല്പര്യമുള്ള 1-2% മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അവർ BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും. ഹിന്ദുക്കൾ ഈ പറയുന്ന കണക്ക് പൊട്ടൻ ആനയെ കണ്ട പോലെ എന്താണ് നടക്കുന്നതെന്നെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. എന്തായാലും ഞാൻ പാലക്കാടുള്ള മുസ്ലിങ്ങളെയും ടോട്ടൽ SDPI പ്രവർത്തകർക്കും ഞാൻ ഹാറ്റ്സ് ഓഫ്, നിങ്ങളെ പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം മലപ്പുറവും വയനാടും പോലുള്ള മണ്ഡലങ്ങളിൽ ഇനി ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ വിചാരിച്ചാൽ ഒരു പിണ്ണാക്കും ചെയ്യാൻ പറ്റില്ല എന്നും അവിടെ മുസ്ലിം ലീഗിന്റെയോ അല്ലെങ്കിൽ SDPIയുടെ ഒക്കെ പിന്തുണ ഉണ്ടെങ്കിൽ ജയിക്കാൻ പറ്റുന്ന കാൻഡിഡേറ്റ്സിനെ മാത്രമേ ജയിപ്പിക്കുള്ളൂ. അവിടെ യാതൊരുവിധ ജനാധിപത്യവും ഇനി ആപ്ലിക്കബിൾ അല്ല, ഒള്ളി മതാധിപത്യം. അവിടെയും നിങ്ങൾ തന്നെ ജയിക്കുന്നു. രണ്ടാമത് പാലക്കാട് പോലെ ഹിന്ദുക്കൾ വേണമെന്ന് വിചാരിച്ചാൽ BJPക്ക് വോട്ട് ചെയ്ത് ജയിപ്പിക്കാം എന്ന് പറയുന്ന മണ്ഡലത്തിൽ പോലും നിങ്ങൾ നിങ്ങളുടെ 30-35% സ്ട്രെങ്ത് ഉപയോഗിച്ചുകൊണ്ട് അവിടെയും നിങ്ങൾക്ക് ക്ഷൗരം ചെയ്യാൻ, കാല് കഴുകി വെള്ളം കുടിക്കാനും പറ്റുന്നവരെ തന്നെ നിങ്ങൾ തെരഞ്ഞെടുത്ത് ജയിപ്പിക്കുന്നു. ഞാൻ നിങ്ങളെ സമ്മതിച്ചു തന്നിരിക്കുന്നു. ബാക്കിയുള്ള മൊണ്ണേഷസ് ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ മലപ്പുറം പോലെയൊക്കെ മറ്റു നിയോജക മണ്ഡലങ്ങളൊക്കെ മാറുമ്പോൾ പിന്നെ നമ്മൾ BJPക്ക് കുത്താം, ഞങ്ങൾ ഇപ്പോൾ ആ ഭരണം മാറ്റിത്തരാം, മുസ്ലിം ലീഗിന്റെ ഭരണം ശരിയല്ല, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭരണം ശരിയല്ല, ഞങ്ങൾ അടുത്ത ഇലക്ഷന് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല. അത് ഇതുവരെ ഈ മൊണ്ണകൾക്കൊന്നും മനസ്സിലായിട്ടുമില്ല. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ നേരെ നേതൃത്വത്തിന്റെ നെഞ്ചത്തിലേക്ക് കയറൂ BJPക്കാരെ, കയറൂ സഖികളെ എന്ന് പറഞ്ഞുകൊണ്ട് ഓൺലൈനിലും അതുപോലെ തന്നെ നമ്മുടെ മാധ്യമ മാപ്രകളും ഇതിന്റെ പുറകെ കടന്ന് ഓടുന്നതിന് കാരണം മറ്റൊന്നുമില്ല. എല്ലാ പാർട്ടികളിലും പടലപ്പിണക്കങ്ങളുണ്ട്. ഏതൊക്കെ പാർട്ടികളിൽ ആരൊക്കെ തമ്മിൽ ഏതൊക്കെ സമയങ്ങളിൽ അടി നടന്നു എന്നുള്ളത് ചരിത്ര രേഖകളാണ്. നമ്മൾ ആരും അത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല.
പക്ഷെ ബി ജെ പിയിൽ ഉണ്ടാകുന്ന പടലപ്പിണക്കങ്ങൾ മാത്രം മാധ്യമങ്ങൾക്ക് സഹിക്കാനാവുന്നില്ല. അതെന്താണ് ബി ജെ പിയുടെ ഇത്രയും സ്നേഹം? നിങ്ങളൊന്ന് ആലോചിക്കുക, അമിത്ഷയെ കൊണ്ടുവന്ന് കേരളത്തിന്റെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയെന്ന് വിചാരിച്ചോ? എന്താ സംഭവിക്കാം? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഇവിടുത്തെ ഒരു ഡെമോഗ്രഫിക് സ്ട്രാറ്റജി അങ്ങനെയാണ്. കെ സുരേന്ദ്രനെ മാറ്റി ആരെ കൊണ്ടുവരണം എന്നാണ് നിങ്ങൾ പറയുന്നത്? ബി ജെ പിയുടെ സിറ്റിംഗ് മണ്ഡലങ്ങൾ ഒന്നും തന്നെയല്ല ഇപ്പൊ മത്സരം നടന്നത്. അതുമാത്രമല്ല, ചേലക്കരയിൽ ബി ജെ പി വൻ മുന്നേറ്റമാണ് നടന്നിരിക്കുന്നത്. 24,000-ൽ നിന്ന് 33,000 എന്നുള്ള വലിയ കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ട്. കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതുപോലെ തന്നെ വോട്ട് കുറഞ്ഞിട്ടുമുണ്ട്. അപ്പോഴും നമ്മുടെ ഈ നേതൃത്വം ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെയാണ് മുൻകാലങ്ങളിൽ ഇലക്ഷനുകൾ നടന്നപ്പോൾ പോലും. കെ സുരേന്ദ്രനെ മാറ്റുന്നത് കൊണ്ട് ഇവിടെ യാതൊന്നുമില്ല. കുറച്ച് നാളത്തേക്ക് ഒരു ന്യൂസ് മാത്രം. കെ സുരേന്ദ്രൻ മാറേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് അയാളുടെ കുറ്റമൊന്നുമല്ല. ഓരോ ബി ജെ പി പ്രവർത്തകരും RSS പ്രവർത്തകരും നാട്ടിൽ നിന്ന് ഇലക്ഷന് മത്സരിക്കുന്നത് വർഗീയവാദി എന്ന പേര് കേട്ടും പല പല തീവ്രവാദ ഭീഷണികൾക്ക് മുന്നിൽ നെഞ്ചും വിരിച്ച് നിന്നിട്ട് ഞാൻ ഈ നാടിന് വേണ്ടി തന്നെയാണ് എന്നുള്ള രീതിയിൽ ധൈര്യമായി അവർ ഇലക്ഷൻ പ്രവർത്തനങ്ങളിലും മറ്റു പ്രചരണങ്ങൾക്കും ഇറങ്ങുന്നത്. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും അത്രയും ധൈര്യത്തോടെ ഇറങ്ങാൻ ആളെ കിട്ടിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ നടന്ന ഇലക്ഷൻ റിസൾട്ടുകൾ മൊത്തത്തിൽ ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിനെ പോലെ പൊട്ടി നാറി തൂറി നിൽക്കുന്ന ഒരു പാർട്ടി വേറെയില്ല. രാഹുൽ ഗാന്ധിയെ പോലെ ഒരു മൊണ്ണേഷും ആ മൊണ്ണേഷിന്റെ ചരട് വലിക്കനുസരിച്ച് പാവയായി കളിക്കുന്ന മല്ലികാർജുൻ ഖാർഗെയും എല്ലാം തന്നെ ആഞ്ഞു കിടന്ന് വലിച്ചു തുമിച്ചിട്ട് പോലും ഇന്ത്യയിൽ ഇപ്പോൾ നടന്ന ഇലക്ഷനുകളിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, തകർന്നടിഞ്ഞ് നാശാവുകയും ചെയ്തു. നേതൃത്വത്തിന്റെ കുഴപ്പമല്ല പ്രിയമുള്ളവരെ, ബി ജെ പിയെ ജയിപ്പിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ഡെമോഗ്രഫി എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഇനിയും പിടിച്ചു കയറാൻ കൈക്കരുത്തുള്ള മണ്ഡലങ്ങളിൽ പോലും മതേതരത്വം ഈ മതേതരത്വം എന്ന് പറയുന്നത് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്യായമായ മതപ്രീണനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവർക്കെതിരെ തിരിയുകയോ അല്ലെങ്കിൽ ഇത്തരം മതപ്രീണനങ്ങൾ നാടിനാപത്താണ് എന്ന് പറയുകയും ചെയ്യുന്നവനെ സംഖ്യയാക്കി വർഗീയവാദിയാക്കി മാറ്റുന്ന ഒരു നരേഷൻ നമ്മളിവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സന്ദീപ് വാര്യര് ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് പോയപ്പോൾ കയ്യിലെ ചരട് കളഞ്ഞു, നെറ്റിയിലെ കുറിയും കളഞ്ഞു, നേരെ പോയി പാണക്കാട് തങ്ങളുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. നിങ്ങൾ ഈ തങ്ങളുടെ അടുത്ത് പോയി ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ ചെയ്യുമ്പോഴുള്ള ആ മൊത്തം ഫോട്ടോ നോക്കി നോക്കി. അവരെല്ലാരും തലയിൽ തൊപ്പിയിട്ട് മുണ്ട് ഇടത്തോട്ട് കൊടുത്ത് നെറ്റിയിൽ നിസ്കാര തഴമ്പും ആക്കിയിട്ട് നല്ല അന്തസ്സുള്ള മുസ്ലിമായിട്ട് തന്നെ അവർ നിൽക്കുകയാണ്. പകരം ഹിന്ദുവിന് മതേതരത്വം വന്നപ്പോൾ എന്ത് പറ്റി? അത് കണ്ണങ്ങ് കെട്ടി. ഇവർക്ക് കണ്ണ് കാണില്ല. മതേതരത്വത്തിന്റെ ഒരു കെട്ടങ്ങ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കണ്ണ് കാണില്ല. എന്താ സംഭവിക്കുന്നതെന്ന് ഇവർക്കറിയില്ല. വഖഫ് ബോർഡ് വന്ന് സ്വത്തുക്കൾ കൊണ്ടുപോകുമ്പോഴും ഇവരറിയില്ല. CAA ആക്ട് നടപ്പിലാക്കാതെ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമുള്ള ധാരാളം മുസ്ലിങ്ങളെ നമ്മുടെ രാജ്യത്തേക്ക് എത്തിക്കുകയും ഇവരെ ഇവിടെ വഖഫ് ബോർഡിന്റെ സ്ഥലങ്ങൾ ഇവർക്ക് കൈമാറുകയും ചെയ്യാനായിരിക്കാം ഇവരുടെ ഉദ്ദേശം. അങ്ങനെ മാക്സിമം മുസ്ലിം ഭൂരിപക്ഷം കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ സന്ദീപ് വാര്യരെ തന്നെയൊന്നും വേണ്ട, അല്ലെങ്കിൽ തന്നെയൊന്നും വേണ്ട. ഇപ്പോൾ ഇയാൾ സ്നേഹത്തിന്റെ കടയെന്നും പറഞ്ഞ് ചെന്ന് കയറിയിരിക്കുന്ന അറിയാലോ കോൺഗ്രസ് ഏതാണെന്ന്. പണ്ടൊരു വാര്യരെ കുട്ടിയെ തല്ലിക്കൊന്ന പാരമ്പര്യമുള്ള കോൺഗ്രസ്സുകാരാണ്. സന്ദീപ് വാര്യരെ തന്നെയും തല്ലിക്കൊല്ല. ഇത് ഞാൻ പറഞ്ഞല്ല, താൻ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ സന്ദീപ് വാര്യർ പോയത് കൊണ്ടോ സന്ദീപ് വാര്യർ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടോ കേരളത്തിലെ BJPക്ക് നിലവിലുള്ള പോക്കിൽ യാതൊരു ഇടിവും സംഭവിച്ചിട്ടില്ല എന്നതാണ്. കുറെ പേർ യാഥാർത്ഥ്യം മനസ്സിലാക്കി മുഖത്തു നോക്കി ഇത്തരം പ്രീണനങ്ങളെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. താൻ ചെന്ന് കയറിയെന്നത് കൊണ്ട് ആ വൃത്തികെട്ട പാർട്ടിക്ക് യാതൊരു നല്ല ചായ്വുകളും വരാനും പോകുന്നില്ല. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ രൂപീകരണം തന്നെ ഇന്ത്യയിലെ ഹിന്ദുക്കളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള അടിസ്ഥാന പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം രൂപപ്പെട്ട ഒരു സംഘടനയാണ്. അതും അതിന് മുമ്പുള്ള ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. അതിന്റെ കാര്യകാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള വീഡിയോ ഈ വരുന്ന ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. വെറുതെ നേതൃത്വം മാറണം, നേതൃത്വം മാറിയിട്ട് തലയെ കുത്തി നിൽക്കണമെന്നൊന്നും നിങ്ങൾ ആരും വെറുതെ കിടന്ന് വാശി പിടിക്കുന്നത്. ഇതൊക്കെ മാധ്യമങ്ങൾ, ആ ചെറ്റകൾ അവർക്ക് കുറച്ച് ന്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ്. സന്ദീപ് വാര്യർ ഉണ്ടായിരുന്നപ്പോൾ 140 MLA-മാരും 20 MP-മാരും ആയിട്ടല്ല കേരളത്തിൽ BJP ഉണ്ടായിരുന്നത്. അന്നും അത് തന്നെ, ഇപ്പോഴും അത് തന്നെ. നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇതുപോലുള്ള അധികാരമോഹികൾ, സ്വാർത്ഥ താല്പര്യക്കാരെല്ലാം ഇതിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. കെ സുരേന്ദ്രന്റെ നിയന്ത്രണത്തിലല്ല ഞാൻ പ്രവർത്തിക്കുന്നത്. എനിക്കതിന്റെ ആവശ്യവുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പ്രവർത്തകർ നാട്ടിലുണ്ട്. മനസ്സിലായില്ലേ? നേതൃത്വത്തിന്റെ ജോലി ചെയ്യും, പ്രവർത്തകരുടെ ജോലി ചെയ്യും. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ജയ് ഹിന്ദ്.